اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. السلام عليك أيها النبي ورحمة الله وبركاته. ഈ മഹത്തായ സെക്ഷനിൽ പങ്കെടുത്ത ഞങ്ങളുടെ അഭിമന്യനായ ഗുരു ബഹുമാനപ്പെട്ട മൗലാന ഉസ്താദ് അവർകളെ, അതുപോലെ തന്നെ ഈ പരിപാടി ദുആ കൊണ്ട് ധന്യമാക്കിയ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഖാദി പരപ്പനങ്ങാടി അവർകളെ, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ ബഷീർ വഹബി മമ്പാട്, ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് ഹസൻ തങ്ങൾ ചെട്ടിപ്പടി, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായ വി അബ്ദുറഹ്മാൻ സാഹിബ്, വിഷൻ 2030 ലോഞ്ചിങ് നടത്തിയ ബഹുമാനപ്പെട്ട ആഷിം ബാഫക്കി തങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ആശംസ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് ടി കെ ഹംസ സാഹിബ്, അഡ്വക്കേറ്റ് യു ലത്തീഫ് MLA, അഡ്വക്കേറ്റ് ഉമർ മുൻ MLA, അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, അഡ്വക്കേറ്റ് അബ്ദുൾ ഹമീദ് വണ്ടൂർ, സയ്യിദ് വി ഹുസൈൻ കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട കൊടക്കൽ തങ്ങൾ അടക്കമുള്ള മറ്റ് ഇവിടെ സന്നിഹിതരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉമറാക്കളെ, സുദീർഘമായി ഒരു പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന പരിപാടിയുടെ സമാപനം സന്ദേശം എന്ന നിലക്ക് വിഷണറി മീറ്റ് എന്ന ഈ സെക്ഷനിൽ 5 വർഷത്തെ 2025 ഒരു 5 വർഷത്തെ വിവിധ കോഴ്സുകളും വിവിധ പദ്ധതികളുമാണ് ഇവിടെ ഇപ്പോൾ പ്രദർശിപ്പിച്ചതും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മറ്റ് സയ്യിദന്മാരുടെയും ബഹുമാനപ്പെട്ട മൗലാന അവരുടെയൊക്കെ ആശീർവാദത്തോടു കൂടിയും പൊരുത്തത്തോടു കൂടിയുമാണ് ഇതുവരെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതെല്ലാം 2030 ആകുമ്പോൾ നമ്മൾക്കൊക്കെ കാണുവാനും അതിലൊക്കെ പങ്കെടുക്കുവാനും മനസ്സ വാച കർമ്മണ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി അതിലൊത്തുചേരാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ ഏതെല്ലാം ഇസങ്ങൾ ഈ ലോകത്തുണ്ടോ അതിനൊക്കെയും ചോദ്യം ചെയ്യപ്പെടുകയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും പല ലേബലുകളിൽ, അതത് മതഇസങ്ങളുടെ ആളായവർ തന്നെ പിൻകാലത്ത് അതിൽ നിന്ന് മാറിപ്പോകുന്നു. എന്നിട്ട് മുൻ പേര് പറഞ്ഞ് അതിലുണ്ടാകുന്ന വിഷയങ്ങൾ അവതരിപ്പിച്ച് അതിൻ്റെ ന്യൂനതകളെ പറഞ്ഞ് ആ ഇസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വളർന്നു വരുന്ന തലമുറകൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു നിഷേധ മനസ്സ്, അല്ലെങ്കിൽ ഏത് കണ്ടാലും അതിനൊക്കെ ഒരു നിഷേധ മനസ്സോടുകൂടെ കാണുന്ന പ്രത്യേക സാഹചര്യങ്ങൾ. ഇപ്പോൾ 2 ദിവസം മുമ്പ് വാട്സപ്പിൽ വന്നൊന്നു ഒരു നല്ല വിഷയങ്ങൾ അവതരിപ്പിക്കുന്നൊരു വ്യക്തി, അദ്ദേഹം പല വിഷയങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഇന്നലെ ഒന്ന് അവതരിപ്പിച്ചത് മനുഷ്യൻ്റെ സമയം വെറുതെ കളയുകയാണ് ദൈവത്തിനെ ധ്യാനിച്ചുകൊണ്ട്. നമ്മൾ ദൈവത്തിന് ഏത് മതത്തിൽ ജീവിക്കുന്നവരായാലും ആ മതത്തിൽപ്പെട്ടവർ കുറേ സമയം ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിനെ പിന്നെ സ്തുതിച്ച് വളർമ്മ ചെയ്ത് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിനെന്ത് കാര്യം, നമ്മൾക്കെന്ത് കാര്യം? ആ സമയം വെറുതെ കളയുകയാണല്ലോ. നമ്മൾ കുറേ പുകഴ്ത്തിയത് കൊണ്ട് ദൈവത്തിനൊന്നും കയറാൻ പോകുന്നില്ല. നമ്മൾ പുകഴ്ത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കി ദൈവത്തിനൊന്നും കുറയാനും പോകുന്നില്ല.
ഏത് മതത്തിൽപ്പെട്ടവരായാലും അങ്ങനെ വെറുതെ സമയം കളയുന്ന ഒരു മോശക്കാരായി അല്ലെങ്കിൽ സമയം പാഴാക്കുന്ന ഒരു ബുദ്ധിശൂന്യമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ അക്കീദകൾ ശരിക്ക് ഊട്ടിയുറപ്പിക്കാത്ത മനസ്സിൽ അടുത്ത് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെ മതങ്ങളെയും അതുപോലെ തന്നെ ഇസങ്ങളെയും പാരമ്പര്യമായി നമ്മൾക്ക് ലഭിച്ചതായിരിക്കുന്ന അദബുകൾ, അതുപോലെ തന്നെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, അതൊക്കെയും തന്നെ ഓരോ കാലഘട്ടത്തിലും വാസ്തവത്തിൽ അതിനോട് യോജിച്ച് നിലക്കാവണമെന്ന നിലക്ക് എല്ലാം താറുമാറായിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ മാഷാ അല്ലാഹ് ഇവിടെ 10-30 വർഷമായി പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ദാറുസുന്ന ഒരുപാട് പണ്ഡിതന്മാരെയും ഒരുപാട് എല്ലാ വ്യത്യസ്ത മേഖലകളിലുള്ള എല്ലാ കോളേജുകളിൽ നിന്ന് ബിരുദം എടുത്തതായിരിക്കുന്ന ബിരുദധാരികൾക്ക് ഒരു വർഷത്തെ കോഴ്സ് നൽകി സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ അടിയുറപ്പിച്ചു നിർത്താൻ വേണ്ടി പറ്റുന്ന പാകമാക്കി വിടുന്ന കോഴ്സും അതുപോലെ തന്നെ ഖത്തീബുമാർക്കുള്ള കോഴ്സും ഇങ്ങനെ പല കോഴ്സുകൾ നൽകി ഓരോ കാലഘട്ടത്തിലോടും അനുയോജ്യമായ നിലക്കുള്ള ഇൽമുകൾ, പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കോഴ്സുകളൊക്കെയും ബഹുമാനപ്പെട്ട മൗലാന അവറുകളുടെ നേതൃത്വത്തിൽ പാരമ്പര്യമായി ലഭിച്ചതായിരിക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമൻ്റെ അടുക്കൽ നിന്നൊക്കെ ലഭിച്ച ആ ആശീർവാദവും പൊരുത്തവും അതിൽ തന്നെ ഊന്നിക്കൊണ്ട് തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അതിലുണ്ടാവണമെന്നും അത് വിജയിപ്പിക്കണമെന്നും നാളെ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിൽ നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ച, ഇസ്ലാമിൻ്റെ ദഅവത്തിന് വേണ്ടി സഹായിച്ച, ദീനി പ്രബോധനത്തിന് വേണ്ടി സഹായിച്ച മഹത്തായ പ്രതിഫലമാണ് അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ വളരെ മനോഹരമാണ്, പ്രാവർത്തികമാക്കേണ്ടതാണ്, കാലഘട്ടത്തിനോട് അനുയോജ്യമായ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ്. അതിന് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്നും സഹായിക്കണമെന്നും ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരു വർഷമായി വിവിധ രൂപങ്ങളിലുള്ള സോഷ്യൽ മീഡിയയിൽ കൂടി അവിടുത്തെ ജനനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇന്ന് ശത്രുക്കൾ ഏറ്റവും അധികം ഇവിടെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദ്രോഹിക്കുന്നത് അല്ലെങ്കിൽ സമുദായത്തിനെ മുഖം കെടുത്തുന്നത് അവിടുത്തെ ബഹുഭാര്യത്വവും അതുപോലെ തന്നെ കല്യാണം കഴിച്ച വിഷയവും ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ച വിഷയവും മറ്റൊക്കെ ആയിട്ടാണ്. അതായത് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പോലും പരസ്യമായി പറയാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ വിധികൾ പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെയുള്ള മീഡിയകൾ അതിനെ കൈകാര്യം ചെയ്യുകയും പറയുന്നവരുടെ വായ അടക്കാൻ വേണ്ടി തന്നെ ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ പറയേണ്ടവരായ നമ്മൾ തന്നെ 2 വിഭാഗം അല്ലെങ്കിൽ 3 വിഭാഗമായി പോകുന്ന വളരെ വളരെ സങ്കടകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാസ്തവത്തിൽ ഒരു ലോകത്തേക്കോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലേക്കോ മാത്രം വന്നവരല്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ജനങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യനിക്കും ജിന്നിനിക്കും മലക്കുകൾക്ക് പോലും എന്ന അഭിപ്രായമുള്ള മഹാനായ പ്രവാചകർ ഷഫീഖുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതൊരു ജീവിതമുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബിതങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സമ്മതത്തോടെയും അള്ളാഹുവിൻ്റെ തീരുമാനത്തോടുകൂടെയും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് സമ്മതം കിട്ടിയിട്ട് മാത്രമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വല്ലതും പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് ഏതെങ്കിലും വിഷയത്തിൽ മൗനമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടും വഹി കൊണ്ടും മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കേണ്ടവരുമാണ് നമ്മളൊക്കെ. അങ്ങനെ വരുമ്പോൾ ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത് വളരെ സുന്ദരമായി അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി പറയുമ്പോൾ അത് ഇന്നലെ ഇവിടുത്തെ സെമിനാറിൽ അവതരിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാണാനുള്ള ഒരു സൗകര്യം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല, തിരക്കായ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് നമ്മൾ സാധാരണ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഫിഖിഹിലും
നമ്മൾക്ക് ഇമാമിങ്ങൾ പഠിപ്പിച്ചെന്ന വിഷയവും ആ തനതായ രൂപത്തിൽ അവതരിപ്പിച്ചാൽ അതിനെ വെല്ലാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അല്ലാഹു തആല അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ അജലിയായ തീരുമാനമാണ് പ്രവാചകർ മുഖാന്തരം ഈ ലോകത്ത് നടപ്പിലാക്കുന്നത്. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാമനാൾ വരെ വരുന്ന പ്രവാചകരാകുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ സന്ദർഭങ്ങളിലും ഓരോ അവസരങ്ങളിലും എന്ത് വേണം, എങ്ങനെ വേണം, സഹാബത്തിൻ്റെ കാലത്തുള്ള ജനങ്ങളുടെ മനസ്ഥിതിയല്ല, അവരുടെ കാലത്തിലുള്ള ജനങ്ങളുടെ അവസ്ഥയല്ല, ശേഷം വന്ന താബിയുടെ കാലം, അന്നുണ്ടായിരുന്ന ജനങ്ങളുടെ അവസ്ഥയല്ല താബിയുടെ കാലം. അങ്ങനെ ഓരോ കാലഘട്ടം കഴിയും തോറും ഖിയാമത്ത് അടുക്കും തോറും കഴിഞ്ഞുപോയ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലുള്ള വിശ്വാസ മേഖലയാവട്ടെ, കർമ്മ മേഖലയാവട്ടെ, അവരുടെ ജീവിതത്തിലുള്ള മറ്റുള്ള അകല മേഖലകളുമാവട്ടെ, അതിലൊക്കെ വ്യത്യസ്തങ്ങളുണ്ടാകും. ആ വ്യത്യസ്തങ്ങളാവുന്ന കാലത്തിലൊക്കെയും ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് വേണ്ടതെന്നും മനസ്സിലാക്കി അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത് 23 വർഷക്കാലം നബിയായി ജീവിച്ചിരിക്കുമ്പോൾ അത് ഈ സമൂഹത്തിനും സമുദായത്തിനും പഠിപ്പിച്ചിട്ടാണ് ആരംഭ നബിതങ്ങൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. അതായത് നമ്മുടെ പരിശുദ്ധ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതായിരിക്കുന്ന കിതാബിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നവരും അത് മുതാല ചെയ്യാൻ പറ്റുന്നവരും ചെയ്താൽ ഒരു കാലത്തും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കുവാനോ അതിനെ ചോദ്യം ചെയ്യുവാനോ ആരുടെയെങ്കിലും മുന്നിൽ മുട്ടുമടക്കാനോ ഒരു അണുപ്പ് തൂക്കം സാധ്യമാവുകയില്ല, സാധിക്കയില്ല എന്നുള്ള കാര്യം സംശയമില്ല. നമ്മൾ നിരൂപണം നടത്തി, നമ്മൾ വിശകലനം ചെയ്തു, നമ്മൾ അതിൽ നിന്നെങ്കിലും മനസ്സിലാക്കിയിട്ടൊക്കെ പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. നബിതങ്ങൾ പഠിപ്പിച്ചത് സ്വഹാബത്തും, സ്വഹാബത്ത് പഠിപ്പിച്ചത് താബിഈകളും, താബിഈകൾ തന്നെ ബഹുമാനപ്പെട്ട ഫുഖഹാ പരിശുദ്ധ ഖുർആനും ഹദീസും മനസ്സിലാക്കി അതിൽ നിശ്ചയിക്കുന്ന ഫിഖ് മസലകളൊക്കെ ഇവിടെ അനാവരണം ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രയാസം ഉണ്ടാവുകയില്ല. ഞാൻ ഓർത്തു പോകുന്നത്, ഇവിടെ മുമ്പ് ടെസ്റ്റ് ശിശുവിൻ്റെ പ്രശ്നം വന്നപ്പോൾ അന്ന് പിന്നെ മുസ്തഫൈസ് അവറുകൾ അൽ മുബാറക്ക് മാസികളുടെ കാലമാണ്. അന്ന് സുന്നി വോയിസും അതുപോലെ തന്നെ അൽ മുബാറക്കും അങ്ങനെയുള്ള മാസികളൊക്കെ വായിക്കുന്ന എന്ന നിലക്ക് എനിക്ക് ഇന്ന് ഓർമ്മ വരുന്നത്, അതിൽ ചോദ്യം പോയി ടെസ്റ്റ് ശിശുവിനെ സംബന്ധിച്ച് ചോദ്യം വന്നപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട വണ്ടൂർ താജുൽ ഉലമ മഹാനവറുകളെ പറഞ്ഞു അവർ ഇതാണ് അതിന് ഫത്വ കൊടുത്തത്, അതാണ് അതിൻ്റെ ഫത്വ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ പൂർവികന്മാരായ മഹത്തുക്കളും ഇമാമിയങ്ങളും അതുപോലെ തന്നെ പാരമ്പര്യമായി നമ്മൾക്കറിയാം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദന്മാർ എങ്ങനെ പാണക്കാടെത്തി, എന്താണ് അതിൻ്റെ സനത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ തുടക്കം എന്നുള്ളത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവർകൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട മൗലാന അവർകൾ പലപ്പോഴും സൂചിപ്പിക്കേണ്ടത്. അങ്ങനെ പാരമ്പര്യമായി മഹാന്മാരിൽ നിന്നും പരമ്പരാഗതമായി സ്വഹാബത്തിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും അതുപോലെ തന്നെ താബിഈ നിന്നും അങ്ങനെ പരമ്പരാഗതമായി ലഭിക്കുന്നതായിരിക്കുന്ന ആ ഇൽമുകൾ, ആ അറിവുകൾ അത് തന്നെ അവതരിപ്പിച്ച് ആ മഹാന്മാരെ തന്നെ പിൻപറ്റി അവതരിപ്പിച്ചാൽ, അത് അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഈ സമുദായത്തിനും ദീനുൽ ഇസ്ലാമിനും എക്കാലത്തും ഒരു പോറലും ഏൽക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദാറുസുന്നക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർച്ചയിലേക്ക് നമ്മുടെ സ്ഥാപനത്തിന് അല്ലാഹു തആല ഉയർത്തുമാറാവട്ടെ. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഇവിടെ അവതരിപ്പിച്ചതുപോലെ ഈ 6 വർഷം കൊണ്ട് ഈ എല്ലാ പദ്ധതികളും സന്തോഷകരമായി ഇവിടെ നിറവേറ്റുവാൻ നാഥനായ റബ്ബ് ആരംഭ നബിതങ്ങളുടെ ബർക്കത്ത് കൊണ്ട് മറ്റ് സയ്യിദന്മാരുടെയൊക്കെ പണ്ഡിതന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കഴിഞ്ഞുപോയ മശായിഖന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല സാധിപ്പിച്ചുമാറാവട്ടെ. ഇതിനു വേണ്ടി സഹായിച്ചവരെ അല്ലാഹു സഹായിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.